ഏകദേശം ഒരു 2-3 മാസം മുന്നെയാണ് ഞാൻ അശ്വിനെ പരിചയപ്പെടുന്നത്. 21 വയസ്സായിട്ടുള്ളൂ, ചെറിയ ആളാണ്. കറങ്ങി നടക്കേണ്ട ഈ പ്രായത്തിൽ അതൊക്കെ വിട്ടിട്ട് ആളുടെ ഡ്രീമിൻ്റെ പിറകെ പോയി ഇന്നിപ്പോൾ ആൾ നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നെ സമീപിക്കുന്ന സമയത്ത് അശ്വിൻ ഓൾറെഡി ഒരു പ്ലാനും 3D ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൺസ്ട്രക്ഷൻ എടുക്കുമെന്ന് ചോദിച്ചിട്ടായിരുന്നു എൻ്റെ അടുത്തേക്ക് വരുന്നത്. ആ ഒരു പ്ലാനിനോട് എനിക്ക് അന്നേരം തോന്നിയ ഇഷ്ടക്കുറവുകളൊന്നും ഞാൻ ആ ഒരു ടൈമിൽ അശ്വിനായിട്ട് ഷെയർ ചെയ്തില്ല. ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടു. ആൾ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഫോണിലൂടെ ആയിരുന്നു സംസാരിക്കുന്നതൊക്കെ. അങ്ങനെ ആളുടെ ഫാമിലിയെ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി. കോഴിക്കോട് മീൻചന്തയിൽ ഒരു അമ്പല ചുറ്റുപാടിൽ ആൽമരവും അമ്പലക്കുളവും ഒക്കെ ആയിട്ട് കുറച്ച് നല്ല മനുഷ്യരുടെ ഇടയിൽ താമസിക്കുന്ന ഒരു സ്നേഹം നിറഞ്ഞ കൊച്ചു ഫാമിലി. നാട്ടിൽ തന്നെ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരു അച്ഛനും അമ്മയും പിന്നെ പെങ്ങളും. അപ്പം ഇവരായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു വരച്ച പ്ലാനും 3D ഒന്നും ഇവർക്ക് പറ്റിയതല്ല. എടുത്തു പറയുകയാണെങ്കിൽ ഇങ്ങനൊരു അമ്പലത്തിൻ്റെ ചുറ്റുപാടിൽ അമ്പലക്കുളത്തിനോട് ചേർന്ന് വരുന്നൊരു പ്ലോട്ടിൽ ഒരിക്കലും പറ്റില്ല. അങ്ങനെ ഞാനൊരു സജഷൻ വെച്ചു, ഞാൻ ഈ പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. അവരുടെ ഇഷ്ടപ്രകാരം തന്നെ ഞാൻ ആ പ്ലാന് മാറ്റി വരച്ചു. പ്രൊജക്റ്റിനെ പറ്റി പറയുമ്പോൾ 3 സെൻറ്റാണ് ലാൻഡ് ഉള്ളത്. 3 സെൻറ്റിൽ ഈസ്റ്റ് ഫേസ് ചെയ്ത് നിൽക്കുന്ന പ്ലോട്ട്. അതിലായിരുന്നു ഇവർ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നൊരു വീട്. അത് പൂർണ്ണമായിട്ട് ഡിമോളിഷ് ചെയ്തിട്ടാണ് ഞങ്ങൾ അതിൽ ഈ പുതിയ പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈസ്റ്റ് ഫേസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിലൂടെ വീട്ടിലേക്കുള്ള എൻട്രൻസ് സിറ്റ് ഔട്ട് കാണാൻ പറ്റും. സിറ്റ് ഔട്ട് നിന്ന് നേരെ കയറുന്നത് ലിവിങ്ങും ഡൈനിങ് ആയിട്ട് നമ്മളൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ലിവിങ്ങിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇവർക്ക് പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ്, പൂജ റൂമായിട്ടൊന്നും കൊടുത്തിട്ടില്ല, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിൽ തന്നെ നമുക്ക് ഡൈനിങ് ടേബിളും സൈഡിലായിട്ട് ഒരു കോർട്ട്യാർഡ് സ്പേസ് കാണാൻ പറ്റും. അവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവരുടെ ബെഡ്റൂം. അപ്പോൾ അമ്മയ്ക്ക് ആദ്യം നിർബന്ധം ഉണ്ടായിരുന്നു ലിവിങ്ങിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊന്നും കിച്ചണിൽ കാര്യങ്ങളൊന്നും കാണണ്ടെന്നല്ലേ. അമ്മ കുറച്ച് അങ്ങനെയാണ്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തില്ല, ഈ വീട്ടിൽ ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടില്ല, ക്ലോസ്ഡ് ആയിട്ടുള്ള കിച്ചൺ. പക്ഷേ കിച്ചൻ്റെ സൈഡിലായിട്ട് വർക്ക് ഏരിയ കാണാൻ പറ്റും. അവിടെ ഒരു പുകയില്ലാത്ത അടുപ്പൊക്കെ വെക്കാമെന്നായിരുന്നു ക്ലൈൻറ്റ് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ അവരുടെ അനുവാദം കൂടാതെ ഞാൻ അതിലൊരു മാറ്റം വരുത്തി പുകയില്ലാത്ത അടുപ്പിനെടുത്ത് പുറത്തേക്കാക്കി. ഈ ഒരു വർക്ക് ഏരിയൻ്റെയും കിച്ചൻ്റെ നടുക്കുണ്ടായിരുന്ന വാള് മാറ്റിയിട്ട് അവിടെ ആ വോളിന് പകരം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിന് വല്ലപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അശ്വിനെ സംബന്ധിച്ച് വീട്ടുകാരെന്ന് പറഞ്ഞ ജീവനാണ്. സോ അവർക്കൊരു ഫാമിലി ടൈം ഉണ്ടാവണം. അമ്മേനെ സംബന്ധിച്ച് കൂടുതൽ ടൈമും അടുക്കളയിലായിരിക്കും പകലുണ്ടാവുക. ഭക്ഷണം എടുത്തുകൊണ്ടുപോയി ഡൈനിങ്ങിൽ വെച്ച് പിന്നെ അവിടെ നിന്ന് കഴിച്ച് തിരിച്ചത് ബെഡ്റൂം, പ്രത്യേകിച്ച് ഓപ്പൺ കിച്ചണും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചണായിട്ടൊരു കണക്ഷനും ഇല്ല. സോ ഇതാകുമ്പോൾ അവർക്ക് അവരുടെ ആ ഒരു ഫാമിലി ടൈം അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാം. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അമ്മേനോടൊക്കെ കാര്യം പറഞ്ഞ് അടുക്കള തിണ്ണയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഫീൽ. സോ അവിടെ ഞങ്ങൾ അങ്ങനെ ഡിസൈൻ ചെയ്തു. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് കിച്ചൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഒരു കന്നിമൂലേൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം കാണാൻ പറ്റും. അതിൻ്റെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഈ ഭാഗത്തായിട്ട് ഒരു വലിയ വെന്റിലേഷൻ കൊടുത്തിട്ട് നമ്മുടെ കുളമൊക്കെ ദർശനം കിട്ടുന്ന രീതിയിലേക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുന്ന സമയത്ത് ഈ കാണുന്ന രീതിയിലാണ് സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തുന്നത്. സ്റ്റെയർ കയറി ഈ ഒരു ലാൻഡിങ് വരുമ്പോൾ ഏകദേശം ഈ ടോയ്ലറ്റിൻ്റെ മുകളിലായിട്ട് പുറത്തേക്ക് കാഴ്ച കിട്ടുന്ന രീതിയിൽ വലിയ വലിപ്പത്തിൽ ഒരു ആർച്ച് ഷേപ്പ് കൊടുത്തിട്ടൊരു വലിയ ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ആ ഒരു കുളത്തിലേക്കുള്ള കാഴ്ചയും അതേപോലെ തന്നെ അവിടെ നിന്നുള്ള ലൈറ്റും കാറ്റും ഒക്കെ പൂർണ്ണമായിട്ടും വീടിനകത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ ഇവരുടെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സമയത്ത് ഈ ഒരു ബേ വിൻഡോയിൽ ഇരുന്നിട്ട് ഇവരുടെ ഫാമിലി ആയിട്ടുള്ള ഒരു കണക്ഷൻ കീപ്പ് ചെയ്യാനൊക്കെ ഇവർക്കത് ഉപകാരപ്പെടും. കാരണം 2 റൂമും മുകളിലാണ്. അവിടുന്ന് സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തുന്നൊരു അപ്പർ ലിവിങ്. ആക്ച്വലി ഇതൊരു ഹാങ് ഔട്ട് സ്പേസ് എന്ന് പറയാം. ഇവരെല്ലാവരും വരുന്ന സമയത്ത് ഒരുമിച്ച് കൂടുന്നതിനും വായിക്കുന്നതിനും TV കാണുന്നതിനും അങ്ങനെ മൊത്തത്തിലുള്ളൊരു സ്പേസ്. അവിടുന്ന് ഈ പറഞ്ഞ പോലെ കുളത്തിലേക്കുള്ള ഒരു വ്യൂ ഉണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിലുള്ള ഫസ്റ്റ് ബെഡ്റൂം. ഓക്കെ, അത് ആക്ച്വലി അശ്വിൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നല്ല പുറത്തേക്ക് നല്ല വലുപ്പത്തിലുള്ള ബാൽക്കണിയൊക്കെ ആയിട്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. പിന്നെ അതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് തന്നെ നമ്മുടെ 3ാമത്തെ ബെഡ്റൂം കാണാൻ പറ്റും. അതിൻ്റെ സൈഡിൽ തന്നെ അതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഈ പറഞ്ഞ ബെഡ്റൂമിൽ നമ്മളൊരു ചെറിയ ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്കൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ ക്ലയൻറ്റിൻ്റെ അടുത്തുനിന്ന് വന്നൊരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ടെറസ് ഇല്ല, ഇവർക്ക് നിർബന്ധമായിട്ട് ഓപ്പൺ ടെറസ് വേണം. പിന്നെ നോക്കുമ്പോൾ ഒരു ഓപ്പൺ ടെറസിൻ്റെ സ്പേസ് നമ്മൾ ഒപ്പിച്ചു. പക്ഷേ അതിലേക്ക് കയറാനുള്ള സ്പേസ് വീടിനകത്തൂടെ ഇല്ല. പോവുകയാണെങ്കിൽ ഈ ബെഡ്റൂമിലൂടെ ഇവരുടെ പ്രൈവറ്റ് ബാൽക്കണിയിലൂടെ വേണം ഈ ഒരു ഓപ്പൺ ടെറസിലേക്ക് എത്താൻ. സോ ഞങ്ങളത് പുറത്തൂടെ സ്റ്റെയർ കൊടുത്തിട്ട് അതും ക്ലിയർ ആക്കി. പക്ഷെ അന്നേരം അടുത്ത കൺസേൺ പിന്നെ നമ്മുടെ ബാൽക്കണിയും ഈ പറഞ്ഞ ഓപ്പൺ ടെറസുമായിട്ടൊരു പ്രൈവസി വേണം അവർക്ക്. ഓപ്പൺ ടെറസിൽ പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നാൽ അവർക്ക് എന്ത് ചെയ്യേണ്ട, ബാൽക്കണിയിലേക്ക് ഒരു കണക്ഷനും കാര്യങ്ങളൊന്നും വേണ്ട. അശ്വിൻ്റെ റൂമാണ്. സോ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഭാഗത്തായിട്ട് ഒരു ആർച്ച് ഉണ്ട്.
അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും നമ്മുടെ ഈ പറഞ്ഞ ബാൽക്കണിയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് അതൊരു ഡിസൈൻ ആർച്ചാണ്. പക്ഷെ അതിന്റെ സൈഡിലായിട്ട് തന്നെ ഒരു സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ സ്ലൈഡ് ചെയ്ത് ഉള്ളിൽ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ഡ്രസ്സിലുള്ള ഒരാൾക്ക് എന്തില്ല, നമ്മുടെ ഈ പറഞ്ഞ ബാൽക്കണിയിലേക്ക് ഒരു ആക്സസ് ഇല്ല. അതേ സമയത്ത് പിന്നെ ഫ്രണ്ടിലൂടെ കയറാമെന്ന് വിചാരിച്ചാൽ അവിടെ ഞങ്ങളൊരു ഷോവാൾ കൊടുത്തിട്ട് അതും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ ശരിക്കും ഈ ഒരു അശ്വിൻ്റെ ഫാമിലിക്ക് പൂർണ്ണമായിട്ടും ഓക്കെ ആയിട്ടുള്ളൊരു പ്ലാനായി. ഈ ഒരു 3 സെന്റിൽ ഇത്രയും സൗകര്യത്തോടു കൂടി നമുക്കൊരു പ്രോജക്റ്റ് എങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിനെ പറ്റി പറയേണ്ടി വരും. കാരണം അശ്വിൻ എന്നെ പരിചയപ്പെടുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ എന്നെ വിശ്വസിക്കുന്നതാണെങ്കിലും സോ അതിലുപരി അശ്വിൻ്റെ ഇഷ്ടങ്ങളെക്കാൾ കൂടുതൽ അവൻ്റെ വീട്ടുകാർക്ക് വാല്യൂ കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ബാൽക്കണി വരുന്ന ഒരു മാസ്റ്റർ റൂം ശരിക്കും അശ്വിന് വേണ്ടി ഡിസൈൻ ചെയ്താൽ, പക്ഷെ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് എനിക്ക് വേണ്ടിയിട്ട് വേണ്ട, അത് പെങ്ങൾക്ക് കൊടുക്കാം, അവൾ ആ റൂം എടുത്തോട്ടെ, എനിക്ക് ഫ്രണ്ടിലുള്ള റൂം മതി തുടങ്ങി ഇങ്ങനത്തെ കൂടുതൽ ഡീറ്റെയിലേക്ക് വരുമ്പോൾ അവർക്ക് ആ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു കണക്ഷൻ, അവനവൻ്റെ ഫാമിലിക്ക് കൊടുക്കുന്ന വാല്യൂസ്, ഇതെല്ലാം തന്നെയാണ് നമുക്കൊരു നല്ല പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടീവ് ആകുന്നത്. പ്രത്യേകിച്ച് ആ ഒരു പ്ലോട്ടും. ഇതുപോലെ എൻ്റെ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. ഇതുപോലെ എല്ലാം എൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ആ കുടുംബക്കാരുടെ പ്രൊജക്റ്റാണ്, അവരെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ചിലപ്പം ചില വീഡിയോസ് ലെങ്തി ആവും, എന്നാലും മാക്സിമം സമയബന്ധിതമായി തന്നെ ഓരോ വീഡിയോസും ഓരോ ആഴ്ചയും പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്.